ഓം നമോ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനെ. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധർ ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ഇന്നത്തെ നമ്മളുടെ ഗീത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. അപ്പോൾ നമ്മളിന്ന് രണ്ടാമത്തെ അധ്യായത്തിൻ്റെ പാർട്ട് 3 ആണ് എടുക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ രണ്ടാമത്തെ അധ്യായത്തിൻ്റെ പാർട്ട് 2, അതിൻ്റെ ഒരു ക്വിക്ക് റീക്യാപ്പ് നമുക്ക് എടുക്കാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു, ആദ്യ ശ്ലോകത്തിൻ്റെ ആരംഭത്തിൽ തന്നെ അർജുനൻ മുന്നോട്ട് വെച്ച്, അതായത് ആദ്യത്തെ അധ്യായത്തിൽ യുദ്ധം ചെയ്യാതിരിക്കാൻ എന്തെല്ലാം കാരണങ്ങൾ അർജുനൻ മുമ്പോട്ട് വെച്ചോ അതിനെയൊക്കെ ഭഗവാൻ ഹൃദയ ദൗർബല്യമായിട്ട് തള്ളിക്കളഞ്ഞു കഴിഞ്ഞ ശേഷം അർജുനന്റെ മനസ്സിലൊരു ഇത് വന്നു. അതായത് ഞാനിപ്പോൾ പറഞ്ഞൊന്നും ഏശിയില്ല, കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാരണം ഭഗവാന്റെ മുന്നിലോട്ട് വെക്കാമെന്ന് അർജുനൻ വിചാരിച്ചു. ആ വിചാരത്തിൽ നിന്നും ഉണ്ടായ ഐഡിയ ആണ് 4, 5, 6 ശ്ലോകങ്ങളിൽ അർജുനൻ ഭഗവാനോട് പറയുന്നത്. അതായത് പുതിയ കാരണങ്ങൾ അർജുനൻ കണ്ടുപിടിക്കുകയാണ്. പുതിയ കാരണങ്ങളിൽ അർജുനൻ ആദ്യം പറയുന്നത്, കൃഷ്ണ, ഇനി ഞാൻ യുദ്ധത്തിന് സമ്മതിച്ചാൽ തന്നെ ഞാൻ ആരോടാണ് യുദ്ധം ചെയ്യേണ്ടത്? എന്നെ അന്നം തന്ന് എടുത്ത് വളർത്തിയ ഭീഷ്മ പിതാമഹൻ, ഈ അസ്ത്രം എങ്ങനെ, ഈ അമ്പും വില്ലും എങ്ങനെ പിടിക്കണമെന്നും എങ്ങനെ ഉപയോഗിക്കണമെന്നും എന്നെ പഠിപ്പിച്ച ദ്രോണാചാര്യൻ, ബാക്കിയുള്ളവർക്ക് ഞാൻ വിടുന്നു. എങ്ങനെ എനിക്ക് ഇവരുടെ നേരെ അസ്ത്രം ചെയ്യാൻ പറ്റും? അപ്പോൾ അർജുൻ വിചാരിക്കുന്നത് വളരെ സ്ട്രോങ് ആയിട്ട്, അതായത് ഗുരുഹത്യ അതെങ്ങനെ പറ്റുന്നതാണ് അർജുനൻ ചോദിക്കുന്നത്. അപ്പോൾ അർജുനൻ പറയുന്ന അതിനോട് അനുബന്ധമായിട്ട് അർജുനൻ പറയുന്ന ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൃഷ്ണ, ഇനി ഞാൻ യുദ്ധം ചെയ്തു, ഇവരെ വധിച്ചു കഴിഞ്ഞ് എനിക്ക് കിട്ടുന്ന വിജയം അത് പരാജയത്തിന് തുല്യമല്ലേ? പിതാമഹനെയും ഗുരുവിനെയും വധിച്ചവെന്നുള്ള പേര്, ആ പാപം, ആ മനസ്താപം, ഇതൊരിക്കലും എൻ്റെ മനസ്സിൽ നിന്ന് പോകില്ല. അപ്പം ഞാൻ യുദ്ധം ജയിച്ചു, പക്ഷെ അത് പരാജയത്തിന് തുല്യമാണ്. കാരണം ഞാൻ വധിച്ചതാരെ? എൻ്റെ ഗുരുവിനെ, എൻ്റെ പിതാമഹനെ. ഇനി ഞാൻ തോറ്റു യുദ്ധത്തിൽ. തോൽക്കാന്ന് പറഞ്ഞാൽ ഞാൻ വധിക്കപ്പെടണം. കാരണം ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം കൗരവർക്ക് ജയിക്കാൻ പറ്റില്ല. അപ്പം ജയിച്ചാലും തോറ്റാലും എൻ്റെ അന്തിമ ഫലം എന്ന് പറയുന്നത് പരാജയമാണ്. അപ്പോൾ പരാജയം മാത്രമുള്ള, അതായത് അതിൻ്റെ റിസൾട്ട് എൻ്റെ പരാജയമാണെന്ന് തീർച്ചയുള്ള ഒരു യുദ്ധം ഞാൻ എന്തിനു ചെയ്യണം? ഇത് 4, 5, 6 ശ്ലോകങ്ങളിൽ അർജുനൻ ഭഗവാന്റെ മുമ്പിൽ വെച്ചു. അർജുനൻ വെയിറ്റ് ചെയ്യാണ്, ഭഗവാൻ ഇനി എന്താ പറയുന്നറിയാൻ. ഭഗവാൻ മിണ്ടിയില്ല. ഭഗവാൻ പോസ് ചെയ്തു, എവിടം വരെ പോകുമെന്ന് അറിയട്ടെന്ന് വിചാരിച്ചു. അപ്പോൾ അർജുനന് മനസ്സിലായി ഇതും ഏറ്റില്ല. അപ്പം അർജുനന്റെ ആവനാഴിയിലുള്ള അമ്പുകളെല്ലാം തീർന്നു. അപ്പോൾ അർജുൻ 7ാമത്തെ ശ്ലോകത്തിൽ എന്ത് ചെയ്തു? കാർപ്പണ്യദോപഹദസ്വ പൃച്ഛാമി താം ധർമ്മ സമൂഢചേത യശ്രേയസ നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യത്തെ അഹതാം പ്രകടനം. എനിക്ക് എൻ്റെ മാനസികം നഷ്ടപ്പെട്ടു, എനിക്കൊരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല. ശരിയത് തെറ്റെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാണ് എൻ്റെ. അതുകൊണ്ട് എനിക്ക് നിശ്ചയമായിട്ടും എന്താണ് അഭികാമ്യം എന്നുള്ള ഉപദേശം തരണം. എന്നെ ഒരു ശിഷ്യനായിട്ട് അങ്ങ് സ്വീകരിക്കണം. ഇത് പറഞ്ഞിട്ട് അർജുനൻ 7ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്.
അപ്പം 11-ാമത്തെ ശ്ലോകം മുതലാണ് ഭഗവാൻ തൻ്റെ ഉപദേശം ആരംഭിക്കുന്നത്. അപ്പം ഈ 11-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത്, ബുദ്ധിമാന്മാർ ജീവിച്ചിരിക്കുന്നവരെ ചൊല്ലിയോ മരിച്ചവരെ ചൊല്ലിയോ വിലപിക്കാറില്ല. 11-ാം ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു, ബുദ്ധിമാന്മാർ ജീവിച്ചിരിക്കുന്നവരെക്കുറിച്ചോ മരിച്ചവരെക്കുറിച്ചോ ഓർത്ത് വിലപിക്കാറില്ല. ശ്രീ ഭഗവാൻ ഉവാച അചോജ്യാൻ അനശോഷത്വം പ്രജ്ഞാവാദം ച ഭാഷസെ ഗതാസൂൻ അഗതാം സൂച ന അനുശോചന്തി പാണ്ഡിത. ശ്രീഭഗവാൻ പറഞ്ഞു, നീ ബുദ്ധിമാന്മാർ സംസാരിക്കുന്നുവെങ്കിലും ആവശ്യമില്ലാത്ത ചൊല്ലി ദുഃഖിയും ചെയ്യുന്നു. ബുദ്ധിമാന്മാർ ജീവിച്ചിരിക്കുന്ന ചൊല്ലിയാകട്ടെ മരിച്ചവരെ ചൊല്ലിയാകട്ടെ വിലപിക്കാറില്ല. എന്താണെന്ന് വെച്ചാൽ ഭഗവാൻ ഈ പറഞ്ഞു കഴിഞ്ഞാൽ, മരണം ജീവിച്ചിരിക്കുന്നവർക്ക് സുനിശ്ചിതമാണ്, മരിച്ചാൽ റീബർത്ത് പുനർജന്മം സുനിശ്ചിതമാണ്. അതുകൊണ്ട് തന്നെ ബുദ്ധിമാന്മാരെന്ന് ഇവിടെ പറയുന്നത് ഇത് അറിയാവുന്നവർ. ഏതൊരു വ്യക്തിക്കാണോ അറിയാവുന്നത്, ഒരു വ്യക്തി മരിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരം സൂക്ഷ്മ സ്ഥൂല 2 ശരീരമാണുള്ളത്. സൂക്ഷ്മ ശരീരം നശിക്കുന്ന സ്ഥൂല ശരീരമാണ്. അപ്പോൾ ഈ ബുദ്ധിമാന്മാർ ഇവിടെ ഏതൊരു വ്യക്തിക്ക് ഈ പ്രക്രിയയെക്കുറിച്ച് അറിയാമോ? ഏത് പ്രക്രിയ? ജനിച്ചവന് മരിക്കണം, മരിച്ചവന് വീണ്ടും ജനിക്കണം. ഈ പ്രക്രിയയെക്കുറിച്ച് ബോധമുള്ളവർ ഒരിക്കലും ദുഃഖിക്കാറില്ല. ജീവിക്കുന്നവരെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കാറില്ല, മരിച്ചവർ ഓർത്തും ദുഃഖിക്കാറില്ല. ജീവിച്ചിരിക്കുന്നവരെ കുറിച്ച് മരിച്ചു പോകുമെന്നുള്ള ആശങ്ക അവർക്കില്ല. മരിച്ചവർ മരിച്ചു പോയെന്നുള്ള ആശങ്കയില്ല. അതാണ് അർജുനോട് പറയുന്നത്. അപ്പം ഇതിൻ്റെ കാരണം എന്താണ് ഭഗവാൻ പറഞ്ഞത്? അത് 13-ാമത്തെ ശ്ലോകത്തിലാണ് ഭഗവാൻ പറഞ്ഞത്, എന്തുകൊണ്ട് ദുഃഖിക്കുന്നില്ലെന്നുള്ളത്. വളരെ മനോഹരമായിട്ടാണ് 13-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത്, ദേഹിനോ അസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ജര തഥാ ദേഹാന്തര പ്രാപ്തി ധീര തത്ര ന മുഖ്യത. എൻ്റെ അർത്ഥം ഞാൻ വായിക്കാം, പിന്നെ നമുക്ക് എൻ്റെ വിശദം ചർച്ച ചെയ്യാം. ശരീരസ്ഥനായ ആത്മാവ്, അതായത് ശരീരത്തിൽ ആത്മാവുണ്ട്, ബാല്യത്തിൽ നിന്ന് കൗമാരത്തിലേക്കും കൗമാരത്തിൽ നിന്ന് യൗവനത്തിലേക്കും ബാല്യത്തിൽ നിന്ന് യൗവനത്തിലേക്കും യൗവനത്തിൽ നിന്ന് വാർദ്ധക്യത്തിലേക്കും കടക്കുന്നത് പോലെ തന്നെ മരിച്ചു കഴിയുമ്പോൾ ആ ആത്മാവ് വേറൊരു ശരീരം സ്വീകരിക്കുന്നു. ഇതാണ് ഭഗവാൻ പറഞ്ഞത്. അപ്പം സമചിത്തനായ ഒരാൾക്ക് ഈ പരിണാമത്തെപ്പറ്റി അറിയാം. അതായത് നമ്മുടെ ശരീരത്തിനുള്ള ആത്മാവുണ്ട്, മാറ്റങ്ങൾ ശരീരത്തിലാണ്. ശരീരത്തിന് 6 മാറ്റങ്ങളാണ് വരുന്നത്, 6 പരിണാമങ്ങൾ ശരീരത്തിൽ വരുന്നു. അമ്മയുടെ ഗർഭപാത്രത്തിൽ ജനിക്കുന്നു, അത് കഴിഞ്ഞ് കുറച്ചുനാൾ വളരുന്നു, കുറേ കർമ്മങ്ങൾ ചെയ്യുന്നു. കർമ്മങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ റീപ്രൊഡക്ഷൻ ഒക്കെ അതിനകത്ത് വരും. ഒന്ന് അമ്മയുടെ ഗർഭപാത്രം ജനിക്കുന്നു, പിന്നെ വളരുന്നു, കർമ്മങ്ങൾ ചെയ്യുന്നു, റീപ്രൊഡക്ഷൻ, എന്താ പറഞ്ഞ ഡെമിനിഷൻ, വാർദ്ധക്യത്തിലോട്ട് പോകുന്നു, അതായത് നശിച്ചുകൊണ്ടിരിക്കുന്നു, പിന്നെ മരിക്കുന്നു. ഈ പരിവർത്തനങ്ങൾ ശരീരത്തിന് മാത്രമാണുള്ളത്, ആത്മാവിന് പരിവർത്തനമില്ല. അപ്പോൾ ഈ കുട്ടിക്കാലത്തുള്ള ശരീരമല്ല നമുക്ക് കൗമാരത്തിൽ അല്ലെങ്കിൽ യൗവനത്തിലുള്ള ശരീരമല്ല വാർദ്ധക്യത്തിലുള്ളത്. പക്ഷെ ആത്മാവിനൊരു മാറ്റം വരുന്നില്ല. ഈ ശരീരം ബാല്യത്തിൽ നിന്ന് യൗവനത്തിലേക്കും അല്ലെങ്കിൽ കൗമാരത്തിലേക്കും അവിടുന്ന് വാർദ്ധക്യത്തിലും പോകുമ്പം ഈ ആത്മാവും ആ ശരീരത്തിനോടൊപ്പം പോവുകയാണ്. അപ്പോൾ ഒരു സ്റ്റേജ് ആകുമ്പം ആ ശരീരത്തിൻ്റെ വളർച്ച നിന്നു, പിന്നെ ശരീരം ക്ഷയിക്കാൻ തുടങ്ങി. അപ്പോഴും ആത്മാവ് അവിടെ തന്നെയുണ്ട്. അത് കഴിഞ്ഞ് ഈ ശരീരം നശിച്ചു, അതായത് മരിച്ചു. അപ്പോൾ ഈ ആത്മാവ് എന്ത് ചെയ്യും? അതിന് വേറൊരു ശരീരത്തിലോട്ട് കയറുന്നു. ഈ ഒരു പ്രക്രിയയെക്കുറിച്ച് വ്യക്തമായിട്ട് ബോധമുള്ള ഒരു വ്യക്തി മരണത്തെ ഭയക്കുന്നില്ല. ഇവിടെ എന്താണ് നഷ്ടപ്പെടുന്നത്? ആർക്കാണ് നഷ്ടപ്പെടുന്നത്? മരിക്കുന്ന വ്യക്തിക്ക് ജീവിച്ചിരിക്കുന്നവരുടെ അസോസിയേഷൻ നഷ്ടപ്പെടുന്നു, ജീവിച്ചിരിക്കുന്നവർക്ക് മരിച്ച വ്യക്തിയുടെ ശരീരം നഷ്ടപ്പെടുന്നു. ആത്മാവിന് നഷ്ടമില്ലാത്തതിൻ്റെ പേരിൽ തന്നെ ആത്മാവ് പുതിയൊരു ശരീരം സ്വീകരിക്കുന്നു. ഇവിടെ ഭഗവാൻ പറയുന്നത് സമചിത്തനായ ഒരാൾക്ക് ഈ പരിണാമത്തെപ്പറ്റി സംഭ്രമം ഉണ്ടാകില്ല. അപ്പോൾ ഭഗവാൻ അർജുനോട് പറയാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് ചോദിച്ചാൽ, മരണം എല്ലാവർക്കും സുനിശ്ചിതമാണ്. അർജുന, നീ ഇവരെ വധിക്കാതിരിക്കും. നിന്റെ പിതാമഹനെ നീ വധിച്ചില്ലേ, പിതാമഹൻ മരിക്കില്ലേ? നിന്റെ ആചാര്യനെ നീ വധിച്ചില്ലെങ്കിൽ ദ്രോണാചാര്യ വെച്ച് അദ്ദേഹം മരിക്കില്ലേ? കുറെ നാളും കൂടെ ജീവിച്ചിരിക്കാം, അറിയില്ല. പക്ഷെ മരണം സുനിശ്ചിതമാണ്. അത് ഏവർക്കും, ഈ ഭൗതിക ലോകത്തിൽ വന്ന എല്ലാ വ്യക്തികൾക്കും മരണം സുനിശ്ചിതമാണ്. നീ യുദ്ധത്തിൽ വരെ വധിക്കാതിരിക്കുകയോ ചെയ്യാം. നിനക്കായാലും അവർക്കായാലും മരണം സുനിശ്ചിതമാണ്. അപ്പം ഇതിന് മറുപടിയായിട്ട് അർജുനൻ മനസ്സിൽ വിചാരിക്കുന്നത്, അതായത് അർജുനൻ പറയുന്നില്ല, അർജുനൻ വിചാരിക്കുന്നത്, ഓക്കെ കൃഷ്ണ, അതെനിക്ക് മനസ്സിലായി, പക്ഷെ ഞാൻ ഇവരുടെ ശരീരത്തെ സ്നേഹിക്കുന്നു.
എനിക്ക് ഇവരെ ഈ രൂപത്തിൽ കാണാനാണ് ഇഷ്ടം. ഇവരുടെ ആത്മാവ് വേറൊരു ശരീരത്തിൽ കയറി വേറൊരു രാജ്യത്ത് പോയി വേറെ പോകും, എനിക്കതല്ലായിരിക്കും. എനിക്ക് ഇവരുടെ ഈ ശരീരത്തോടാണ് ഇഷ്ടം. എനിക്ക് ഈ ശരീരത്തിൽ ഇവരെ സ്നേഹിക്കണം, ഇവരെ കാണണം. ഞാൻ കുട്ടിക്കാലം മുതൽ കണ്ടത് ഈ ശരീരത്തിലാണ്. ഇത് പലപ്പോഴും ഈ ഫിലോസഫി നമ്മൾ പറയുമ്പോൾ, അതായത് പിന്നെ ദേഹിനോസ്മിനെ യഥാ ദേഹ കൗമാരി യൗവനം ജരാ തഥാ ദേഹാന്തര പ്രാപ്തി ധീരതത്രം മുഖ്യത എന്നുള്ള ശ്ലോകം പറയുമ്പം എല്ലാവരുടെയും മനസ്സിൽ വരുന്നതാണ്, എൻ്റെ ബന്ധുക്കൾക്ക് ഈ രൂപത്തിൽ ഈ ശരീരത്തിലേക്ക് കാണണമെന്നുള്ളത്. ഇതിന് മറുപടിയാണ് ഭഗവാൻ 14-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. മാത്രാസ്പർശേസ്തു കൗന്ദേയ ശീതോ ഉഷ്ണ സുഖദുഃഖത ആഗമോ പായിനോ അനിത്യം താൻ തദീക്ഷ സഭാരത. അതിവിടെ ഭഗവാൻ മാത്രാസ്പർശേസ്തു എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയാവബോധങ്ങളെ, അതായത് കുന്തിപുത്ര, ക്ഷണികങ്ങളായ സുദുഃഖങ്ങളുടെ വരവും പോക്കും, മഞ്ഞുകാലം ഈ ചൂടും തണുപ്പും വന്നു മാറിപ്പോകുന്നത് പോലെ അതുപോലെ തന്നെയാണ് സുഖദുഃഖങ്ങളുടെ വരവും പോക്കും. ഇന്ദ്രിയാനുഭൂതികളിൽ നിന്ന് അവയുണ്ടാകുന്നു. ഹേ ഭാരത, അവയെ അസ്വസ്ഥനാകെ സഹിക്കാൻ ഒരാൾ പഠിക്കണം. അതായത് സുഖങ്ങൾ ദുഃഖങ്ങൾ. അപ്പം ഭഗവാൻ പറയുന്നത് ജീവിതത്തിൽ സുഖങ്ങളും ദുഃഖങ്ങളും വരും, അത് വന്നും പോയിട്ടും ഇരിക്കും. അതിന് ഉദാഹരണം പറയുന്നത് എന്തുവാണ്? ശീത ഉഷ്ണ സുഖ ദുഃഖത. സുഖവും ദുഃഖവും ശീതവും ഉഷ്ണം പോലെയാണ്. കാലാവസ്ഥ നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിലും വേണ്ടാങ്കിലും ശരി മാറി മാറി വരും. ഇപ്പം ശീത സമയത്ത്, തണുപ്പ് സമയത്ത് കുറേ ആൾക്കാർക്ക് തണുപ്പ് ഇഷ്ടമില്ലാത്തവർ കാണും, കുറേ ആൾക്കാർക്ക് ഇഷ്ടമുള്ളവർ കാണും. ഇഷ്ടമില്ലാത്തവർക്ക് സഹിച്ചേ പറ്റൂ. ഇത് കഴിയുമ്പോൾ ചൂട് വരും. അപ്പം ഈ ആദ്യം ശീതം അല്ലെങ്കിൽ തണുപ്പ് സമയം ഇഷ്ടമുള്ളവർക്ക് ചൂട് ഇഷ്ടമല്ലായിരിക്കും, അവർക്ക് ചൂട് സഹിച്ചേ പറ്റൂ. അതേപോലെ ജീവിതത്തിൽ വരുന്ന സുഖങ്ങളും ദുഃഖങ്ങളും ഹേ അർജുന നമ്മൾക്ക് സഹിച്ചേ പറ്റൂ. ഇതിന് വേറൊരു നിവൃത്തിയില്ല. ഞാൻ എൻ്റെ ക്ലാസ്സുകളിലെല്ലാം പറയാറുള്ള, ഇപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നമ്മളുടെ ജീവിതത്തിൽ വരുന്ന സുഖങ്ങളെയും ദുഃഖങ്ങളെയും നമുക്ക് അനുഭവിച്ച് തീർത്തേ പറ്റൂ. ഇത് മാറ്റിവെക്കാൻ പറ്റില്ല, ആർക്കും പറ്റില്ല, ഒരു പൂജയ്ക്കും പറ്റില്ല, ഒരു മന്ത്രവാദത്തിനും പറ്റത്തില്ല. അതെങ്ങനെയാ പറ്റുന്നത്? കാരണം നമ്മൾ അനുഭവിക്കുന്ന സുഖങ്ങളും ദുഃഖങ്ങളും നമ്മുടെ കർമ്മത്തിന്റെ ഫലമാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഏതെങ്കിലും വ്യക്തി ഏതെങ്കിലും ക്ഷേത്രത്തിൽ ചെന്ന് വഴിപാട് കഴിക്കാറുണ്ടോ? എൻ്റെ ഭഗവാനെ എനിക്കൊരു നടുവേദന താ, എനിക്കൊരു കാലുവേദന താ, എൻ്റെ മക്കൾ പിഴച്ചു പോകണം എന്നും പറഞ്ഞ് നമ്മളാരും പ്രാർത്ഥിക്കാറില്ലല്ലോ, ഉണ്ടോ? പക്ഷെ അതൊക്കെ ജീവിതത്തിൽ വരുന്നില്ലേ പ്രാർത്ഥിക്കാതെ തന്നെ? അതേപോലെ സുഖങ്ങളും പ്രാർത്ഥിക്കാതെ തന്നെ വരും. അതിന് നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇപ്രകാരം ഭഗവാൻ ഈ ശ്ലോകത്തിൽ പറയുന്നത് മാത്രാ സ്പർശേതു കൗന്ദേയ ശീത ഉഷ്ണ സുഖ ദുഃഖത. ശീതവും ഉഷ്ണവും മാറി മാറി വരുന്ന പോലെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സുഖവും ദുഃഖവും മാറി മാറി വന്നുകൊണ്ടിരിക്കും. ആഗമോ പായിനോ അനിത്യം, അത് വന്നും പോയിക്കൊണ്ടിരിക്കും, അനിത്യമാണ്. താൻ തിദീക്ഷസ ഭാരത, അതിനൊരാൾ ദുഃഖിക്കേണ്ട കാര്യമില്ല. ഇത് വളരെ ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇതിവിടെ ഒന്നാമത് പറഞ്ഞ ഭഗവാൻ ആദ്യത്തെ ഉപദേശം നൽകുകയാണ് അർജുനന്. ആർക്കെങ്കിലും പറയാം എന്ത് ഉപദേശം ഈ ശ്ലോകത്തിൽ കൊടുത്തു എന്നുള്ളത്? ഒന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഭഗവത്ഗീത എപ്പോൾ നമ്മൾ വായിക്കുന്നു, നമ്മളെ ഭഗവതിയിൽ നിന്ന് മാറ്റരുത്. നമ്മളെ ഭഗവത്ഗീതയിൽ നിന്ന് മാറ്റുക എന്ന് പറഞ്ഞാൽ യുദ്ധഭൂമിയിൽ അർജുനു വേണ്ടി മാനസികമായി തകർന്ന അർജുനു വേണ്ടി കൃഷ്ണൻ കൊടുക്കുന്ന ഒരു ഉപദേശം. ആ ഉപദേശം ഗ്രന്ഥരൂപത്തിൽ വന്നു ഞാൻ മൂന്നാമതൊരു വ്യക്തി വായിക്കുന്നു. അർജുനന് മാനസികമായി തകർന്നു, അവിടെ കൃഷ്ണൻ, ഇവിടെ കൃഷ്ണൻ അർജുനൻ ഉപദേശം കൊടുക്കുന്നു. എനിക്കിതായിട്ട് ബന്ധമില്ല. നോ, അർജുനന്റെ സ്ഥാനത്ത് നമ്മളെ വെക്കണം. എങ്കിൽ മാത്രം നമുക്ക് ഗീത ഉൾക്കൊള്ളാൻ കഴിയും. ഭഗവാൻ തരുന്ന ഒരു ഉപദേശം എനിക്കാണെന്നുള്ള ബോധം വേണം. ഇവിടെ മാനസികമായി തകർന്നിരിക്കുന്ന ഞാനാണ്, എനിക്ക് ഭഗവാൻ തരുന്ന ഉപദേശം. അർജുനൻ നമ്മൾ മറക്കുക, എങ്കിൽ മാത്രമേ നമുക്ക് ഗീത ഉൾക്കൊള്ളാൻ കഴിയൂ. അങ്ങനെയാണെങ്കിൽ ഈ ശ്ലോകത്തിൽ, അതായത് മാത്രാ സ്പർശസ്തു കൗന്ദേയ എന്നുള്ള ശ്ലോകത്തിൽ അർജുനോട് ഭഗവാൻ പറഞ്ഞ എന്താണ്? അതിൻ്റെ ട്രാൻസ്ലേഷൻ ഞാൻ ഒന്നുകൂടെ വായിക്കുമ്പോൾ ആർക്കെങ്കിലും മനസ്സിലാവും. ഹേ കുന്തിപുത്ര, ക്ഷണികങ്ങളായ സുഖങ്ങളും ദുഃഖങ്ങളും രണ്ടും ക്ഷണികമാണ്. ക്ഷണികം എന്ന് പറയുമ്പോൾ വരും പോവും. ക്ഷണികങ്ങളായ സുഖദുഃഖങ്ങളുടെ വരവും പോക്കും മഞ്ഞുകാലത്തിൻ്റെ വേനൽക്കാലത്തിൻ്റെ ഗതിവിധികൾ പോലെ അത്രേ. ഇന്ദ്രിയാനുഭൂതികളിൽ നിന്ന് അവയുണ്ടാകുന്നു. അതായത് സുഖവും ദുഃഖവും നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്നത് നമ്മളുടെ ഇന്ദ്രിയങ്ങൾ. ഇവിടെ ഇന്ദ്രിയം എന്ന് പറഞ്ഞാൽ മനസ്സിനെയാണ് പറയുന്നത്. മനസ്സിൻ്റെ വികാരങ്ങളാണ്. നമ്മൾക്കുണ്ടുന്ന അനുഭവങ്ങളല്ല. ഒരാളിനെ തളർത്തുന്നതും തകർക്കുന്നതും അനുഭവങ്ങളല്ല, മനസ്സിൻ്റെ മാനസിക നിലയാണ്.
ഒരേ അനുഭവം 100 പേർക്ക് വന്നാൽ 100 പേരും റിയാക്ട് ചെയ്യുന്ന ഒരുപോലെ ആയിരിക്കില്ല. ആയിരുന്നു എങ്കിൽ നമുക്ക് പറയാമായിരുന്നു അനുഭവമാണെന്ന്. അനുഭവങ്ങൾ എന്തൊക്കെ ചില ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ചില നിസ്സാര കാര്യത്തിന് ആത്മഹത്യ ചെയ്യുന്നു, ചില നിസ്സാര കാര്യത്തിന് ആത്മഹത്യ ചെയ്യുന്നു. ചിലരുടെ ജീവിതത്തിൽ ഇത്ര അധികം പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവരതിനെ തരണം ചെയ്തു പോകുന്നു. അപ്പോൾ ഇവിടെ അനുഭവങ്ങളല്ല നമ്മളെ തളർത്തുന്നത്, നമ്മുടെ മാനസികമായ കഴിവുകളാണ്. മാനസികമായിട്ട് നമ്മൾ എത്രമാത്രം ഉയർന്നിട്ടുണ്ടെന്ന് ആശ്രയിച്ചിരിക്കുന്നത്. അതാണ് പറഞ്ഞാൽ ഇന്ദ്രിയാനുഭൂതികളിൽ നിന്ന് അവയുണ്ടാകുന്നു. എന്തുണ്ടാകുന്നു? സുഖവും ദുഃഖവും. സുഖവും നമുക്കും തരുന്ന ഒരു സംഭവമല്ല സുഖവും ദുഃഖം തരുന്നത്, മറിച്ച് നമ്മുടെ മനസ്സാണ്. അവയിൽ അസ്വസ്ഥനാകാതെ സഹിക്കാൻ ഒരാൾ പഠിക്കണം. ടോളറൻസ്. അതാണ് ഭഗവാൻ അർജുന് കൊടുക്കുന്ന ആദ്യത്തെ ഗീത ഉപദേശം. സഹിക്കാൻ പഠിക്കണം. ജീവിതത്തിൽ എന്തെല്ലാം വന്നാലും ശരി, അത് കൃഷ്ണ കൃപയായിട്ട് 2 കൈയും നീട്ടി സ്വീകരിക്കാൻ നമുക്ക് ധൈര്യമുണ്ടെങ്കിൽ ഒരു അനുഭവത്തിനും നമ്മളെ തളർത്താനോ തകർക്കാനോ പറ്റില്ല. ഇത് ഭൗതിക ലോകമാണ്. ഈ ഭൗതിക ലോകത്തിൽ സുഖങ്ങളും ദുഃഖങ്ങളും മാറി മാറി വരും. അതിന്റെ സ്വഭാവമാണ്. ഇത് ഈ ഭൗതിക ലോകം സൃഷ്ടിച്ചിരിക്കുന്ന ഭഗവാൻ ഭഗവത്ഗീതയെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ദുഃഖാലയം, അശ്വാസതം. ഭഗവാൻ ഇത് ഏതൊരു വ്യക്തിയാണോ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്, ആ ഭഗവാൻ പറയുന്നു ഇത് ദുഃഖാലയമാണ് സുഹൃത്തെ. ഇവിടെ സുഖം അന്വേഷിക്കുന്ന വിഡ്ഢികളാണ്. ആ സുഖവും ദുഃഖവും നൈമിഷികമാണെന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞത്. അത് സഹിക്കാൻ നമ്മൾ പഠിക്കണം. സുഖം വരുമ്പം അധികം ആഹ്ലാദിക്കുകയും ദുഃഖം വരുമ്പം അധികം ദുഃഖിക്കാതെയും തളരാതെയും ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ജീവിച്ച് മുമ്പോട്ട് പോയാൽ ആ ജീവിതം ധന്യമാകും. ആ ജീവിതമേ ധന്യമാകും. ആത്മഹത്യ ചെയ്തുകൊണ്ട് നമുക്ക് ദുഃഖത്തിൽ നിന്ന് ഒളിച്ചോടാൻ പറ്റില്ല. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പ്രശ്നം വന്ന് ആത്മഹത്യ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആത്മഹത്യ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? സ്വയം ഹത്യ ചെയ്യുക. ഹത്യക്ക് അതിന് ഒരു ഫലമുണ്ട്. ആ ഫലം എന്ന് പറഞ്ഞാൽ നരകമാണ്. നരകത്തിൽ നിന്ന് വന്നു കഴിയുമ്പോൾ ഏതൊരു സിറ്റുവേഷനിലാണോ ഒരു വ്യക്തി ആത്മഹത്യ ചെയ്തത് അതൊരു ഒളിച്ചോട്ടലാണ്, കർമ്മഫലത്തിൽ. അപ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദുഃഖം വരുന്നതുകൊണ്ട് ആ വ്യക്തി ചെയ്ത കർമ്മത്തിന്റെ ഫലമാണ്. ആ ഫലം അനുഭവിക്കാത്ത ഒളിച്ചോടുന്നതിനാണ് ആത്മഹത്യ ചെയ്യുന്നത്. ആത്മഹത്യ ചെയ്യുമ്പോൾ പ്രകൃതി ആത്മഹത്യ ചെയ്തതിന്റെ ഫലം, അതിന്റെ പാപഫലം നമുക്ക് തരും. തന്നതിന് ശേഷം ഏതൊരു സിറ്റുവേഷനിലാണോ നമ്മൾ ഒളിച്ചോടിയത് അതേ സിറ്റുവേഷൻ, അതിനേക്കാൾ കുറച്ചുകൂടെ പ്രയാസമുള്ള സിറ്റുവേഷൻ വീണ്ടും തരും. എന്നിട്ട് നീ ഇനി ആത്മഹത്യ കാണിച്ചു തരാം. എത്ര പ്രാവശ്യം ആത്മഹത്യ ചെയ്താലും ശരി, അത്രയും കഷ്ടം നിറഞ്ഞ ജീവിതം വീണ്ടും അത് മുതൽ അനുഭവിക്കണം. നമ്മൾ A to Z Xലോ Yലോ ചെന്ന് ഇരിക്കുമ്പോഴാണ് ആത്മഹത്യ ചെയ്യുന്നതെങ്കിൽ അടുത്ത ജന്മത്തിൽ വീണ്ടും മുതൽ അനുഭവിക്കണം. എവിടെ ഒളിച്ചോടാൻ പറ്റും? അപ്പൊ ജീവിതത്തിൽ ഭഗവാൻ പഠിപ്പിക്കുന്ന ആദ്യത്തെ പാഠം ഭഗവത്ഗീതയിലെ അർജുനനിലൂടെ നമ്മളെയും പഠിപ്പിക്കുന്നത് സഹിക്കാൻ പഠിക്കണം. ടോളറൻസ്. ഇൻടോളറൻസ് ഭഗവാൻ ഇഷ്ടമല്ല. അപ്പൊ ഇവിടെ ജീവികളിൽ വരുന്ന സുഖങ്ങളും ദുഃഖങ്ങളും സഹനശക്തിയോടെ നമ്മൾ, അതായത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വരുന്ന എന്ത് പ്രശ്നങ്ങളായാലും ശരി, ക്ഷമയോടും സഹനശക്തിയോടും കൊണ്ട് ക്ഷമിക്കാനാണ് ഭഗവാൻ പറയുന്നത്. അത് ക്ഷമിക്കാതെ നമുക്ക് മുമ്പോട്ട് വരാൻ പറ്റത്തില്ല. അപ്പൊ ഈ ശ്ലോകത്തിൽ നമ്മൾക്ക് പഠിക്കാനുള്ള പാഠം എന്ന് പറയുന്നത്, ഏറ്റവും വലിയ പഠനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ശ്ലോകത്തിൽ ഗീതയിലെ ആദ്യത്തെ സഹനശക്തി എല്ലാ വ്യക്തികളിലും ഉണ്ടായിരിക്കണം. നമ്മൾ ഇൻടോളറൻസ് ആകാൻ പാടില്ല. അതായത് നമ്മുടെ വീക്ക്നെസ്, അതായത് ദൗർബല്യം, ഹൃദയ ദൗർബല്യം, അതെടുത്ത് കളയണം. അതുപോലെ തന്നെ ഈ ടോളറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്യത്തിൽ ദൗർബല്യമല്ല. ഒരു വ്യക്തി അതായത് ഇപ്പം എന്നെ ഒരു വ്യക്തി എന്തെങ്കിലും അനാവശ്യം പറഞ്ഞു, ഞാനത് സഹിച്ച് കേട്ടു. അത് ആ വ്യക്തിയുടെ ദൗർബല്യമല്ല, ബട്ട് ആ വ്യക്തിയുടെ ഗ്രേറ്റ്നെസ് ആണ്. ജീവിതത്തിലൊരു ബുദ്ധിമുട്ട് വന്നു, എന്ത് ബുദ്ധിമുട്ടും ആർക്കും വരാം, ഏത് സമയത്തും വരാം. സാമ്പത്തിക ബുദ്ധിമുട്ട് വരാം, ദാമ്പത്യ ബുദ്ധിമുട്ട് വരാം, ആരോഗ്യപരമായ കാര്യങ്ങൾ വരാം, സാമൂഹ്യപരമായ കാര്യങ്ങൾ വരാം, കുടുംബപരമായ കാര്യങ്ങൾ വരാം. അതിനെ ആ വ്യക്തി സഹിക്കുകയാണ്, മിണ്ടാതെ സഹിക്കുകയാണെങ്കിൽ അത് അയാളുടെ ഹൃദയ ദൗർബല്യമല്ല, മറിച്ച് ആ വ്യക്തിയുടെ ഗ്രേറ്റ്നെസ് ആണ്. ആ പ്രോബ്ലത്തിൽ നിന്ന് ഒളിച്ചോടുന്നതാണ് ഹൃദയ ദൗർബല്യം. ഇത് നമ്മൾ മനസ്സിലാക്കണം. ജീവിതത്തിൽ എന്ത് പ്രശ്നം വരുമ്പോഴും സംശയിക്കണം. ഇതിന് ശേഷമാണ് ഭഗവാൻ അർജുനന് ശരീരവും ആത്മാവും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞു കൊടുക്കുന്നത്. ഇവിടെ ഭഗവാൻ ഉപദേശം ആരംഭിക്കുകയാണ്. 11ാമത്തെ ശ്ലോകം മുതൽ ഭഗവാൻ തുടങ്ങി ആദ്യ ഉപദേശം കൊടുത്തു. ഇനിയും ഭഗവാൻ ശരീരവും ആത്മാവും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞു കൊടുക്കുന്നത്. ശരീരവും ആത്മാവും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്തുവാണ്? ശരീരം നശിക്കുന്നു, ആത്മാവ് നശിക്കുന്നില്ല.
ശരീരം ആറവസ്ഥയിലൂടെ കടന്നു പോകുന്നു. പിന്നെ ആത്മാവ് അങ്ങനെ അവസ്ഥയിലൂടെ കടന്ന് ഒരേ അവസ്ഥയിലാണ് പോകുന്നത്. ശരീരം ജനിക്കുന്നു, നശിക്കുന്നു. ആത്മാവ് ജനിക്കുകയും നശിക്കുകയും ചെയ്യുന്നില്ല. ശരീരത്തെ നമുക്ക് കാണാൻ പറ്റും, ആത്മാവിനെ കാണാൻ പറ്റില്ല. അതായത് ശരീരം പരിവർത്തന വിധേയമാണ്, ആത്മാവ് പരിവർത്തന വിധേയമല്ല. അപ്പം ഇതിനെ കുറച്ചുകൂടി എലാബറേറ്റ് ചെയ്തിട്ട് ഭഗവാൻ 20ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. 20ാമത്തെ ശ്ലോകം നമുക്ക് നോക്കാം. ന ജായതേ മ്രിയതേ വാ കഥാചിത് നായം ഭൂത്വാ ഭവിത ന ഭൂയ അജോ നിത്യ ശാശ്വതോയം പുരാണോ ന ഹന്യതേ ഹന്യമാനെ ശരീരേ. ന ജായതേ മ്രിയതേ വാ കഥാചിത് വളരെ മനോഹരമാണ്. അതായത് ആത്മാവിന് ഒരിക്കലും ജന്മമരണങ്ങളില്ല. ന ജായതേ മ്രിയതേ വാ കഥാചിത് നായം ഭൂത്വാ ഭവിത ന ഭൂയഃ, അത് ഉണ്ടായിട്ടില്ല, ഉണ്ടാകുകയില്ല, ഭാവിയിൽ ഉണ്ടാവുകയില്ല. അജോ നിത്യ ശാശ്വതോയം പുരാണോ ന ഹന്യതേ ഹന്യമാനെ ശരീരേ. അത് അജനും നിത്യനും ശാശ്വതനും പ്രാചീനനുമാണ്. ശരീരം നശിക്കുമ്പോൾ അതിന് മരണമില്ല. എൻ്റെ ട്രാൻസ്ലേഷൻ ഞാൻ ഒന്നുകൂടെ പറയാം, ഒന്നുകൂടെ ശ്രദ്ധിച്ചേക്കുക. ആത്മാവിന് ഒരിക്കലും ജനനവും മരണങ്ങളുമില്ല. അത് ഉണ്ടായിട്ടില്ല, ഉണ്ടാകുന്നില്ല, ഭാവിയിൽ ഉണ്ടാകുകയുമില്ല. അജനും നിത്യനും ശാശ്വതനും പ്രാചീനനുമാണത്. ശരീരം നശിക്കുമ്പോൾ അതിന് മരണമില്ല. ഇപ്പം ഇവിടെ ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്നത് എന്തെന്ന് വെച്ചാൽ, അർജുനന്റെ ദുഃഖം തൻ്റെ ഗുരുജനങ്ങളെയും ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും വധിക്കണമെന്നോർത്താണ്. ഇവിടെ ഭഗവാൻ പറഞ്ഞത്, നീ വധിക്കുന്നത്, നീ ഇല്ലാതാക്കുന്നത് അവരുടെ ശരീരമാണ്. അത് നീ ചെയ്താലും ചെയ്തില്ലാലും നശിക്കാനുള്ളതാണ്. കാരണം ശരീരം മാത്രമേ നശിക്കുന്നുള്ളൂ, ആത്മാവ് നശിക്കുന്നില്ല. അതിനൊരു പുതിയൊരു ശരീരം കിട്ടും. അത് കുറച്ചുകൂടെ ഭഗവാൻ ക്ലാരിറ്റി കൊടുക്കുന്നത് 27ാമത്തെ ശ്ലോകത്തിലാണ്. ജാതസി ധ്രുവോ മൃത്യു ധ്രുവം ജന്മ മൃതസ്യ ച തസ്മാത് അപരിഹാര്യ അർത്ഥേ നത്വം ശോചിതുമർഹസി. വളരെ ക്ലാരിറ്റിയാണ്. ജനിച്ചവന് മരണം നിശ്ചിതമത്രേ, മരിച്ചവന് ജനനവും. അതിനാൽ തൻ്റെ അനിവാര്യമായ കർത്തവ്യ നിർവഹണത്തെപ്പറ്റി നീ വ്യസനിക്കേണ്ടതില്ല. അപ്പൊ അർജുനൻ പറഞ്ഞു, എടാ ഇവരെല്ലാം ജനിച്ചവരല്ലേ, ഇവർക്ക് മരണം സുനിശ്ചിതമാണ്. നീ വധിച്ചാലും വധിച്ചാലും ഇവർക്ക് മരണം സുനിശ്ചിതമാണ്. ഇവർ മരിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് അവരില്ലാതാകുന്നില്ല, അവർക്ക് ജനനവും ഇനിയുണ്ട്. അതുകൊണ്ട് നിന്റെ കർത്തവ്യം നീ എന്തിനു മാറ്റി വെക്കണം? നിന്റെ റെസ്പോൺസിബിലിറ്റി നീ ചെയ്യുക, നിന്റെ ഉത്തരവാദിത്വം നീ ചെയ്യുക. അപ്പൊ ഇവിടെ ഭഗവാൻ തരുന്ന ഉപദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വ്യക്തിയുടെ ഉത്തരവാദിത്തങ്ങൾ ആ വ്യക്തി നിർവഹിക്കുമ്പോൾ ഈ ഘടകങ്ങൾ അയാളുടെ ഉള്ളിൽ വരാൻ പാടില്ല. ഒപ്പം തന്നെ നമുക്ക് തരുന്ന ഉപദേശം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജനിച്ചവന് മരണമുണ്ട്, മരിച്ചവന് ജനനമുണ്ട്. അപ്പോൾ ഇതിൻ്റെ അന്ത്യം എവിടെയാണ്? ഇതിൻ്റെ അന്ത്യമുണ്ടോ? എവിടെയെങ്കിലും ഒരു സ്റ്റോപ്പ് ഉണ്ടോ? അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. ആ ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കുന്നതിനാണ് ബ്രഹ്മജിജ്ഞാസ എന്ന് പറയുന്നത്. ആ ചോദ്യത്തിൻ്റെ ആ ജിജ്ഞാസയ്ക്കാണ് ബ്രഹ്മജിജ്ഞാസ എന്ന് പറയുന്നത്. ഞാൻ ആരാണ്? ഞാൻ എവിടുന്ന് വന്നു? എവിടെ പോകുന്നു? ഈ ചക്രം, അതായത് ജന്മമൃത്യുവിൻ്റെ ചക്രം, ശങ്കരാചാര്യ പറഞ്ഞില്ലേ, പുനരഭി ജനനം പുനരഭി മരണം എന്നുള്ള അത് എവിടെയാണ് നിൽക്കുന്നത്? ഏത് സമയത്തൊരു വ്യക്തി കൃഷ്ണപാദാര വൃന്ദങ്ങളിൽ അഭയം പ്രാപിക്കുന്നു, കൃഷ്ണഭക്തി തുടങ്ങുന്നു, അവിടുന്ന് ആ വ്യക്തിയുടെ കൗണ്ട് ഡൗൺ സ്റ്റാർട്ടാവും. അതായത് ഈ ചക്രത്തിൻ്റെ, നമ്മളൊരു ഫാൻ നല്ല സ്പീഡിൽ കറക്കുന്ന ഫാൻ്റെ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിയുമ്പോൾ കറണ്ടും അല്ലെങ്കിൽ ആ സ്വിച്ചും ഫാനുമായിട്ടുള്ള ബന്ധം ഇല്ലാതായി. പക്ഷെ ഫാൻ നിൽക്കത്തില്ല അവിടെ, ഫാൻ കുറച്ചുകൂടെ കറങ്ങി നിൽക്കും. അതുപോലെ ഏത് സമയത്ത് നമ്മൾ കൃഷ്ണപാദാരവിന്ദങ്ങൾ അഭയം പ്രാപിക്കുന്നു, കൃഷ്ണപാദാരവിന്ദങ്ങൾ അഭയം പ്രാപിക്കുക എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ സിമ്പിൾ മീനിങ്, കൃഷ്ണഭക്തി തുടങ്ങുന്നു, നമ്മളുടെ ഈ ചക്രത്തിൻ്റെ കണക്ഷൻ വിടും, കുറെ കൂടെ കറങ്ങിയിട്ട് അത് നിൽക്കും. അത് നിൽക്കുമ്പോൾ ആ ആത്മാവ് 5 മുക്തി പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു മുക്തി, ഏത് തരത്തിലുള്ള ഭക്തിയാണ് ആ വ്യക്തി ചെയ്തത് അതനുസരിച്ചുള്ള മുക്തി കിട്ടും. സായുജമുക്തി, സാലോകമുക്തി, സാഷ്ട്രീമുക്തി, സാരൂപ്യമുക്തി, സാമീപ്യമുക്തി. പേടിക്കണ്ട, ഞാൻ എൻ്റെ 5 അർത്ഥം പറഞ്ഞുതരാം. സായുജ്യമുക്തി എന്ന് പറയുമ്പോൾ ആ വ്യക്തിയുടെ ആത്മാവ് പരമാത്മാവായിട്ട് യോജിക്കുന്നു, അല്ലെങ്കിൽ ബ്രഹ്മജ്യോതിയിൽ ലയിക്കുന്നു.
ബ്രഹ്മജ്യോതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഭൗതിക ലോകം തീരുന്നത് ബ്രഹ്മലോകത്തിലാണ്. ബ്രഹ്മലോകത്തിന് മുകളിൽ കൈലാസമുണ്ട്. കൈലാസം വരെയെന്ന് വേണേൽ പറയാം. പക്ഷെ കൈലാസത്തെ നമ്മൾ ഭൗതിക ലോകമായിട്ട് കണക്കാക്കാറില്ല. കാര്യം ഭൗതിക ലോകത്തിന് നാശമുണ്ട്, കൈലാസത്തിന് നാശമില്ല. അതിനപ്പുറം ഒരു നദിയുണ്ട്. ആ നദിയുടെ പേരാണ് വിരജാ നദി. വിരജാ നദിയുടെ അപ്പുറത്താണ് ഭഗവാന്റെ ബ്രഹ്മജ്യോതി. അത് ഭഗവാന്റെ ജ്യോതിയാണ്. ആ ജ്യോതിയിൽ ആത്മാവ് ലയിക്കും. അതിനാണ് സായുജ്യ മോക്ഷം എന്ന് പറയുന്നത്. അത് ഈ പലതരത്തിലുള്ള യോഗികൾക്കൊക്കെ കിട്ടുന്നതാണ്. അത് കഴിഞ്ഞാലുള്ള അതാണ് സാലോക്യ മുക്തി. സാലോക്യം എന്ന് പറഞ്ഞാൽ ഏത് ലോകത്തിലാണോ ഭഗവാൻ വസിക്കുന്നത് ആ ലോകത്തിൽ, വൈകുണ്ഠ ലോകങ്ങളിൽ. അത് കഴിഞ്ഞാണ് ശാസ്ത്രീയ മോക്ഷം. മോക്ഷം എന്ന് പറയാം, മുക്തിക്ക് പറയാം മോക്ഷം, ശാസ്ത്രീയ മോക്ഷം. ശാസ്ത്രീയ മോക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഐശ്വര്യമാണോ ഭഗവാനുള്ളത് അതേ ഐശ്വര്യം ആ ഭക്തന് ഭഗവാൻ കൊടുക്കുന്നു. അതിന് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഐശ്വര്യം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ അത്ര ഐശ്വര്യപരമായ വാസസ്ഥലം എല്ലാം. വൈകുണ്ഠ ലോകങ്ങളിൽ ഈ ചില സ്വർഗീയ ലോകങ്ങളിലും നമ്മൾക്ക് സഞ്ചരിക്കാൻ മനസ്സിൻ്റെ ഗതിയിൽ സഞ്ചരിക്കുന്ന വിമാനങ്ങളുണ്ട്. അതിനകത്ത് നമുക്ക് മൊത്തം എല്ലാ പ്ലാനറ്റിലും കറങ്ങാനൊക്കെ പറ്റും. അത്ര ഐശ്വര്യപരമായ ജീവിതമാണ്. അപ്പോൾ ശാസ്ത്രീയ മോക്ഷം എന്ന് പറഞ്ഞാൽ എന്ത് ഐശ്വര്യമാണോ ഭഗവാനുള്ളത് അതേ ഐശ്വര്യം ഭക്തൻ കൊടുക്കുന്നു. അത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ വീട്ടിൽ 6 or 7 വയസ്സുള്ള കുട്ടിയുണ്ടെങ്കിൽ ആ കുട്ടിയുടെ കൊണ്ട് കടയിൽ നിന്നൊരു സാധനമാണെങ്കിൽ നിങ്ങൾ 10 രൂപയോ ചിലപ്പോൾ 50 രൂപയോ കൊടുത്തയക്കും. പക്ഷെ 500-ന്റെ 1000-ന്റെ 2000 നോട്ട് കുട്ടിക്ക് കൊടുത്തയക്കില്ല. കാരണം ആ കുട്ടിക്ക് അത് കൈകാര്യം ചെയ്യാനുള്ള പ്രായമായിട്ടില്ല. അതേസമയം ആ കുട്ടിക്ക് ഒരു 20 വയസ്സ് 25 വയസ്സാകുമ്പോൾ എന്ന് പറയും, മോനെ പേഴ്സിനകത്ത് പൈസ ഉണ്ട്, അലമാരി പൈസ ഉണ്ടെങ്കിൽ ബാങ്കിൽ കിടപ്പുണ്ട്, ബാങ്കിൽ നിർത്തുന്നു വരാൻ പറയും. കാരണം നിങ്ങൾക്കറിയാം ആ കുട്ടി അത്രമാത്രം വളർന്നു, അതിന് കൈകാര്യം ചെയ്യാനുള്ള കഴിവും ബോധവും ബുദ്ധി ആയെന്ന്. അതേപോലെ ഒരു ഭക്തൻ ആ തലത്തിലെത്തുമ്പോൾ ഭഗവനാഥത്തിന് ശാസ്ത്രീയ മോക്ഷം കൊടുക്കും. അതും വൈകുണ്ഠ ലോകങ്ങളിൽ തന്നെയാണ്. ഇപ്പം സായുജ്യമോക്ഷമായി, സാലോക്യമോക്ഷമായി, ശാസ്ത്രീയ മോക്ഷമായി, സാരൂപ്യമോക്ഷം. അതും വൈകുണ്ഠ ലോകങ്ങളിലാണ്. സാരൂപ്യം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ അതേ രൂപം, ചതുർഭുജ രൂപം, അതേ നിറം, അതേ രൂപം കണ്ടാൽ തിരിച്ചറിയാൻ പറ്റില്ല. പക്ഷേ കൗസ്തുഭവും ശ്രീവത്സവും, ഭഗവാന്റെ കൗസ്തുഭമണിയും ഈ നെഞ്ചത്തെ അടയാളം ശ്രീവത്സവം, അത് മാത്രം കാണില്ല. അതുകൊണ്ട് മാത്രമേ അത് ഭഗവാനാണെന്ന് അറിയാൻ പറ്റൂ. അതിനാണ് സാരൂപ്യമോക്ഷം. സാമീപ്യമോക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ ഇന്നർ സർക്കിളിൽ ഭഗവാന്റെ സേവ ചെയ്യാനുള്ള അധികാരം കിട്ടും. ഭഗവാനെ ശൃംഗാർ ചെയ്യുക, ഭഗവാന്റെ പാദസേവ, എന്തായാലും സേവ ചെയ്യുക. ഇത് കൂടുതൽ കൃഷ്ണലോകത്തെക്കുറിച്ചാണ്. ഇങ്ങനെ 5 തരത്തിലുള്ള മോക്ഷം ആ വ്യക്തിക്ക് കിട്ടും. ഇതെപ്പോഴാണ് നമ്മളുടെ ചക്രത്തിൽ നമ്മൾ വെളിവരും. ഏത് ചക്രത്തിൽ നിന്ന്? ജന്മമൃത്യുവിൻ്റെ ചക്രത്തിൽ നിന്ന്. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ജനിക്കും മരിക്കും, ജനിക്കും മരിക്കും. പക്ഷേ ഈ ജനിക്കുമ്പോഴെല്ലാം നമുക്ക് ഇതേ ശരീരം കിട്ടണമെന്ന് യാതൊരു നിർബന്ധമില്ല. നമ്മളുടെ കർമ്മങ്ങൾ അനുസരിച്ച് നമുക്ക് പട്ടിയായിട്ടോ പൂച്ചയായിട്ടോ കോഴിയായിട്ടോ കാക്കയായിട്ടോ നരകത്തിലോ സ്വർഗത്തിലോ ഒക്കെ പോകാം. എവിടേക്ക് എത്ര പ്രാവശ്യമൊക്കെ നമ്മൾ പോയിട്ട് വന്നിട്ടും നമുക്കറിയില്ല. പല പ്രാവശ്യം നമ്മൾ സ്വർഗത്തിൽ പോയിട്ട് വന്നിട്ടുണ്ട്. ഗീതയിലൊരു ശ്ലോകം വരും നമ്മൾ പഠിക്കുമ്പോൾ, ക്ഷീണേ പുണ്യലോകം മൃത്യുലോകം വിശന്തി എന്ന്. അതായത് നമ്മൾ സ്വർഗത്തിൽ പോയാൽ തന്നെ ആ പുണ്യം തീരുമ്പോൾ തിരിച്ച് വീണ്ടും ഈ ഭൂമിയിൽ വന്നേ പറ്റൂ. നരകത്തിൽ പോയാലും തിരിച്ച് ഈ ഭൂമിയിൽ വന്നേ പറ്റൂ. അപ്പം അങ്ങനെ എത്രയോ ജന്മങ്ങൾ, കോടി ജന്മങ്ങൾ തവളയായിട്ടും കാക്കയായിട്ടും പട്ടിയായിട്ടും പൂച്ചയായിട്ടും ഒക്കെ കിട്ടിയിട്ട് വളരെ 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 കർമ്മഫലങ്ങൾ, നല്ല കർമ്മങ്ങൾ എവിടെയൊക്കെ വന്നതിന് വേണ്ടി മനുഷ്യ ശരീരം കിട്ടി. ആ മനുഷ്യ ശരീരം കിട്ടിയ കോടാനുകൂടി ജനങ്ങളിൽ വളരെ തുച്ഛമായ ആൾക്കാർക്ക് അതും വരുന്നുണ്ട്. സഹസ്രാന മനുഷ്യേഷു എന്ന് പറഞ്ഞ ശ്ലോകം വരുന്നുണ്ട്. 1000-കണക്കിന് പേരിൽ 10,000 ആൾക്കാർക്കും കൃഷ്ണനെക്കുറിച്ചൊന്ന് കേൾക്കാനുള്ള ഭാഗ്യം കിട്ടുന്നത്. ഇന്ന് ഈ ഭൂമുഖത്ത് 800 കോടി ജനങ്ങൾ ജീവിച്ചിട്ടുണ്ട്. മരിച്ചവരുടെ കാര്യം പോട്ടെ, ഇനി വരുന്നവരുടെയും പോട്ടെ, 800 കോടി ജനങ്ങൾ ജീവിച്ചിരിപ്പുണ്ട്. ഈ 800 കോടി ജനങ്ങൾ എത്ര പേർക്ക് കൃഷ്ണനെക്കുറിച്ച് അറിയാനുള്ള ഭാഗ്യമുണ്ട്? കൃഷ്ണൻ നാമം കേൾക്കാത്തവരുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് കൃഷ്ണഭക്തി, കൃഷ്ണൻ്റെ ഭക്തരുടെ അനുഗ്രഹം, അവരുടെ അസോസിയേഷൻ, ഭാഗവതം ഗീതയുള്ള കേൾക്കാൻ ഏത് സമയത്ത് നമുക്ക് ഏത് ജന്മത്തിൽ അതിനുള്ള ഭാഗ്യം കിട്ടുന്നു അവിടെ വെച്ച് നമ്മളുടെ കണക്ഷൻ പുനരഭി ജനനം പുനരഭി മരണത്തിൻ്റെ കണക്ഷൻ വിടും. പിന്നെ ഞാൻ ആ ഉദാഹരണം പറഞ്ഞ ഫാൻ്റെ ഉദാഹരണം പോലെ അത് കറങ്ങി നമ്മൾ എത്രമാത്രം അഡ്വാൻസ് ആകുന്നു അത് നിൽക്കും. അതിനകത്ത് ഏറ്റവും കൗതുകരമായ വസ്തു എന്ന് പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു വ്യക്തി ഒരു പ്രാവശ്യം കൃഷ്ണഭക്തിയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തിക്ക് കൃഷ്ണഭക്തി നിന്ന് പോകാൻ പറ്റില്ല. ഇത് ഭഗവാന്റെ അലിഖിത നിയമമാണ്. അതിനൊരു ശ്ലോകം വരുന്നത്, നമേ ഭക്ത പ്രണശ്യന്തി, എൻ്റെ ഭക്തർക്ക് ഒരിക്കലും നാശമില്ല അർജുന എന്ന് പറയുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ഈ ജന്മത്തിൽ കൃഷ്ണഭക്തി വന്നു, എനിക്കൊരു 10% ഞാൻ, അല്ലെങ്കിൽ എത്രയായാലും 30%, 10%, 100%, 50%, 100%, 50% എത്രയെങ്കിലും ഞാൻ കൃഷ്ണഭക്തിയിൽ വന്നു. എന്തെങ്കിലും കാരണം കൊണ്ട് ഞാൻ ഭക്തി നിർത്തി, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കാൻ തുടങ്ങി.
എൻ്റെ ഇഷ്ടമേ ജീവിക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ ഈ പരിപൂർണ്ണമാകുന്ന മുമ്പ് ഞാൻ മരിച്ചു. അടുത്ത ജന്മം വീണ്ടും എനിക്ക് ഈ പ്ലാറ്റ്ഫോം തന്നെ കിട്ടും. അങ്ങനെയുള്ള കുടുംബത്തിൽ എനിക്ക് ജന്മം കിട്ടും. കൃഷ്ണഭക്തിക്ക് അനുയോജ്യമായ കുടുംബത്തിൽ, കൃഷ്ണഭക്തി ചെയ്യാൻ അവസരമുള്ള കുടുംബത്തിൽ എനിക്ക് ജന്മം തരും. വീണ്ടും ഞാൻ കുറേ ചെയ്തിട്ട് വിട്ടു. അപ്പോൾ 50% അടുത്ത ജന്മം 50 തുടങ്ങത്തുള്ളൂ, 1 പിന്നെ തുടങ്ങത്തില്ല. അപ്പോൾ ആ കൗണ്ട് ഡൗൺ അവിടെ കണ്ടിന്യൂ ആയിക്കൊണ്ടിരിക്കും. അങ്ങനെ എപ്പോൾ വരെ ഞാൻ പരിപൂർണമാകുന്നില്ല അതുവരെ എനിക്ക് ഭഗവാൻ ഭക്തരുടെ കുടുംബത്തിൽ, അത് വളരെ വിശദമായിട്ട് ഇനി വരുന്നുണ്ട്, നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് ചർച്ച ചെയ്യാം, കുടുംബത്തിൽ തരും. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഈ കൗണ്ട് ഡൗൺ സ്റ്റാർട്ടാകുന്നത് നമ്മളുടെ കൃഷ്ണഭക്തി തുടങ്ങുമ്പോഴാണ്. ഏത് കൗണ്ട് ഡൗൺ? ജനന മരണത്തിൻ്റെ. ഇനിയും ഭഗവാൻ ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയുന്നത് 30ാമത്തെ ശ്ലോകത്തിലാണ്. ദേഹി നിത്യ അവധ്യേയം ദേഹേ സർവസ്യ ഭാരത തസ്മത് സർവാണി ഭൂതാനി നത്വം ശോചിതുമർഹസി. ഹേ ഭാരത, ദേഹി എന്ന് പറഞ്ഞാൽ ആത്മാവ്, ദേഹത്തിൽ വസിക്കുന്ന സത്ത അനശ്വരനാണ്, അതിനെ കൊല്ലുവാൻ ആർക്കും സാധ്യമല്ല. അതായത് നീ ഇപ്പം നിന്റെ പിതാമഹനെയോ അല്ലെങ്കിൽ ഗുരുക്കന്മാരെയോ വധിക്കുകയാണെങ്കിൽ അവരുടെ ശരീരത്തിനെ കൊല്ലാൻ പറ്റത്തുള്ളൂ, ആത്മാവിനെ കൊല്ലാൻ നിനക്ക് കഴിയില്ല. അതുകൊണ്ട് ഏതൊരു ജീവനെക്കുറിച്ചും നീ വ്യസനിക്കേണ്ടതില്ല. അപ്പോൾ അർജുനോട് ഭഗവാൻ പറയുന്നത്, ഈ യുദ്ധത്തിൽ നിന്റെ ഗുരുജനങ്ങളെയോ ബന്ധുക്കരെയോ നീ വധിക്കുകയാണെങ്കിൽ നീ വധിക്കുന്നത്, നീ ഇല്ലാതാക്കുന്നവരുടെ ശരീരമാണ്. ശരീരത്തിന് മുന്നേറുന്നതുമില്ല. ശരീരം ഇനി അവർ കുറച്ചാണ് ജീവിച്ചിരുന്ന് മരിച്ചാലും ശരി, ആ ശരീരം കത്തിച്ച് കളയുന്നതോട് പഞ്ചഭൂതത്തിൽ അത് ലയിച്ചു പോവും. കുഴിച്ചിട്ടാലും പഞ്ചഭൂതത്തിൽ ലയിച്ചു പോവും. അതിനൊരു തിരിച്ചു വരാൻ കഴിയില്ല. തിരിച്ചു വരുന്നത് എന്താണ്? ആത്മാവാണ്. ആ ആത്മാവിനെ വധിക്കാനൊട്ട് നിനക്ക് കഴിയത്തില്ല. ദെൻ വൈ ആർ യു വെറി? നീ എന്തിനാണ് ഇങ്ങനെ ദുഃഖിക്കുന്നത്? അപ്പോൾ ഇവിടെ നമ്മൾ ഓർക്കേണ്ട കാര്യം, അർജുനൻ ജയിക്കാനുള്ള യുദ്ധം ചെയ്യാതിരിക്കാൻ പറഞ്ഞ ഏറ്റവും പ്രധാന കാരണം, ആദ്യത്തെ അധ്യായത്തിൽ അർജുനൻ ഏറ്റവും പറഞ്ഞത് എന്തായിരുന്നു? അർജുനൻ്റെ ഉള്ളിലുണ്ടായ കരുണ, ബന്ധുമിത്രാദികളിലും ഗുരുവിനുള്ള കരുണ. അപ്പം അതായത് ആ കരുണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെയൊക്കെ ഞാൻ വധിക്കണമല്ലോ എന്നുള്ള കരുണയായിരുന്നു, വധിക്കണം എന്നുള്ള ഇതായിരുന്നു, സ്വന്തക്കാരോടും മിത്രക്കാരോടുമുള്ള കരുണ. അപ്പം അതിനുള്ള മറുപടിയാണ് ഭഗവാൻ ഈ ശ്ലോകത്തിൽ പറഞ്ഞത്. ആദ്യത്തെ അധ്യായത്തിൽ അർജുനൻ ആദ്യം മുമ്പോട്ട് വെച്ച, ഞാൻ എൻ്റെ ബന്ധുക്കാരെ കൊല്ലണം അങ്ങനെയൊക്കെ കിട്ടുന്ന യുദ്ധം, പിന്നെ എന്താ പറയുന്നത്, രാജ്യം എനിക്ക് വേണ്ട കൃഷ്ണ, എനിക്ക് രാജ്യം വേണ്ട, സുഖം വേണ്ടതുണ്ട്. കാരണം എനിക്ക് അപ്പം അർജുനൻ്റെ ഉള്ളിലുണ്ടായ ആ അനുകമ്പയ്ക്കുള്ള മറുപടിയാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. കാരണം നീ വധിക്കുന്ന അവരുടെ ശരീരത്തെയാണ്, ശരീരം ഇല്ലെങ്കിലും നശിച്ചു പോടാ, അത് തിരിച്ചു വരത്തുമില്ല. പിന്നെ നീ എന്തിനാ ദുഃഖിക്കുന്നേ? തിരിച്ചു വരുന്ന ആത്മാവാണ്, ആ ആത്മാവിനെ നീ വധിക്കാൻ കഴിയില്ല നിനക്ക്. അതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പോൾ ദേഹത്തിൽ വസിക്കുന്ന ദേഹി, അതായത് സത്ത്, അത് അനശ്വരമാണ്, അതിനെ കൊല്ലുവാൻ ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് ഒരു ജീവനെക്കുറിച്ച് നീ വ്യസനിക്കേണ്ട കാര്യമില്ല. വൈ ആർ യു വെറി? അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഭഗവത്ഗീത വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും ഇത് യുദ്ധമുഖത്ത് മാനസികമായി തളർന്ന അർജുനന് ഭഗവാൻ കൊടുക്കുന്ന വെറും ഒരു ഉപദേശമായിട്ടല്ല, മറിച്ച് അർജുനന്റെ ഭാഗത്ത് നമ്മളെ കാണണം. ഈ ഓരോ ഉപദേശം എനിക്ക് വേണ്ടിയുള്ളതായിരിക്കണം. അപ്പം നമുക്ക് അങ്ങനെ നമ്മൾ ഉൾക്കൊണ്ടാൽ മാത്രമേ നമുക്ക് ഗീതയെ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഗീതയെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുകയുള്ളൂ. അപ്പോൾ അർജുനന്റെ സ്ഥാനത്ത് നമ്മൾ നമ്മളെ തന്നെ കാണണം. എന്നാൽ മാത്രം നമ്മുടെ ജീവിതത്തിൽ മാനസിക പലപ്പോഴും നിങ്ങൾ പലയിടത്തും വായിച്ചും കേട്ടിട്ടുണ്ടായിരിക്കും. മാനസിക സംഘർഷം ഉണ്ടാകുമ്പോൾ ഞാൻ ഗീത എടുത്ത് വായിക്കും, അല്ലെ എൻ്റെ പിന്നെ മഹാത്മാഗാന്ധി, നെൽസൺ മണ്ടേല, ഇവരുടെയൊക്കെ ബയോഗ്രഫി എടുത്ത് അവർ പറഞ്ഞിട്ടുണ്ട്, മാനസിക പ്രശ്നങ്ങൾ വന്നപ്പോൾ ശരിയായ ഡിസിഷൻ എടുക്കാൻ വന്നപ്പോൾ ഞാൻ ഭഗവത്ഗീത എടുത്ത് വായിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഭഗവത്ഗീത എടുത്ത് അങ്ങനെ വായിച്ച് നമ്മളിത് കൃഷ്ണൻ അർജുനന് കൊടുത്ത ഉപദേശമായിട്ട് നമ്മൾ അതിൽ നിന്ന് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ നമുക്കതുകൊണ്ട് അതിനെ ഉൾക്കൊള്ളാനോ അതുകൊണ്ട് പ്രയോജനപ്പെടുത്താനോ കഴിയത്തില്ല ജീവിതത്തിൽ. നമുക്ക് നമ്മളെ അർജുനന്റെ സ്ഥാനത്ത് സ്ഥാപിച്ചിട്ട് ഇത് കൃഷ്ണന്റെ മുമ്പിൽ നിന്നുകൊണ്ട് എനിക്ക് വേണ്ടി തരുന്ന ഉപദേശമാണെന്ന് എപ്പോൾ വരെ നമ്മുടെ ഉള്ളിൽ നമ്മൾ അത് സ്ഥാപിക്കുന്നില്ല, അപ്പോൾ വരെ നമുക്ക് ഗീതയെ കൊണ്ട് നമുക്ക് യാതൊരു വിധത്തിലും നമുക്ക് ഗീത പ്രയോജനപ്പെടുത്താൻ കഴിയില്ല. അപ്പോൾ ഇവിടെ ഗീത പഠിക്കുമ്പോൾ നമ്മുടെ ജീവിത വീക്ഷണത്തിലൊരു മാറ്റം വരും. ഗീത വായിക്കുമ്പോഴും ഗീത കേൾക്കുമ്പോഴും നമ്മൾ ഗീത പഠിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരും. അപ്പോൾ അതായത് ഇന്ന് നമ്മൾ ജീവിക്കുന്നത്, അഥവാ ഇതുവരെ നമ്മൾ ജീവിച്ചിരുന്നത് ഞാൻ എന്ന വ്യക്തി ഈ ശരീരം മാത്രമാണെന്ന് വിചാരിച്ചിട്ടാണ്. നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മളെല്ലാം ചെയ്യുന്ന എന്തും ഈ ശരീരത്തിന് വേണ്ടിയാണ്. അതായത് ഏത് ശരീരമാണോ ഏത് നിമിഷവും നശിച്ചു പോകുന്നത്
ആ ശരീരത്തിന് വേണ്ടിയാണ് നമ്മൾ ഇപ്പോൾ ഒരു 50 വയസ്സുള്ള ഒരു വ്യക്തി ഈ 50 വർഷം എന്തെല്ലാം പ്രവൃത്തികൾ ചെയ്തോ, എത്ര സമയം ചെലവഴിച്ചോ, ആ ജീവിതം മുഴുവനും ഈ ശരീരത്തിന് വേണ്ടിയാണ്. ഏത് ശരീരമാണോ ഏത് നിമിഷവും നശിച്ചു പോകുന്നത്. എനിക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു റിയലൈസേഷൻ ഉണ്ടായത് 2 വർഷം കൊണ്ട് ഞാൻ എൻ്റെ കാലിന് വേദന വന്നപ്പോഴായിരുന്നു. അപ്പം ഈ കാലിന് വേദന ഞാൻ വെച്ചാൽ എൻ്റെ 60 വയസ്സ് വരെ ഞാൻ എൻ്റെ ശരീരത്തിന് വേണ്ടി പ്രയത്നിച്ച്, ശരീരത്തിന് വേണ്ടി ആഹാരം കൊടുത്തു, എല്ലാം കൊടുത്തു. ഒരു നിമിഷം എന്നോട് ഒരു വാക്ക് പോലും ചോദിക്കാതെ അത് എൻ്റെ വേദന തരാൻ തുടങ്ങി എനിക്ക്. ഞാൻ എന്തിനാ ഈ ശരീരത്തിന് ഇത്രമാത്രം കഷ്ടപ്പെടുന്നത്? അപ്പോൾ നമ്മൾ ഏത് സമയത്ത് ശരീരത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്നു, അതായത് ശരീരമായിട്ട് ബന്ധപ്പെട്ട വസ്തുക്കളും വ്യക്തികൾക്കും വേണ്ടി മാത്രം ജീവിക്കുന്നു, നശിച്ചു പോകാനുള്ള ശരീരത്തിന് വേണ്ടി മാത്രം കഷ്ടപ്പെടുന്നു, നശിക്കാത്ത ആത്മാവിനെ നമ്മൾ മറക്കുന്നു. ശരീരത്തിന് നമ്മൾ ഫീഡ് ചെയ്യണം, ശരീരത്തിന് നമ്മൾ നോക്കണം. അത് നശ്വരമായ ശരീരത്തിന് വേണ്ടി മാത്രമാകരുത്, അനശ്വരമായ ആത്മാവിനെ കൂടി നമ്മൾ നോക്കണം. ആത്മാവിന് നമ്മൾ ആഹാരം കൊടുക്കണം, ആത്മാവിന് നമ്മൾ കെയറിങ് കൊടുക്കണം, ആത്മാവിനെ നമ്മൾ പോഷിപ്പിക്കണം. ആ ആത്മാവിൻ്റെ പോഷണമാണ് കൃഷ്ണഭക്തി. കാരണം ആത്മാവിന് ഈ ഭൗതിക ലോകത്തിൽ നിൽക്കാൻ ആഗ്രഹമില്ല. ആത്മാവിന് ഈ ഭൗതിക ലോകത്തിൽ പോകണം. ആ പോകാൻ വേണ്ടിയാണ് ഈ ശരീരം തന്നിരിക്കുന്നത്. ഈ ശരീരത്തിനൊരു ബോട്ടായിട്ട് സങ്കല്പിക്കാം നമ്മൾ. ആ ബോട്ടിരിക്കുന്ന ആ ബോട്ടിൻ്റെ മുന്നിലുള്ള യാത്രക്കാരനാണ് ആത്മാവ്. ആ ബോട്ടിൽ നമ്മൾ സഞ്ചരിക്കുന്നതിന് ഈ ഭവസാഗർ, ഈ ഭൗതിക ലോകം തരണം ചെയ്ത് അപ്പുറത്ത് പോകാനാണ്, ആത്മീയ ലോകത്തിൽ പോകാൻ. പക്ഷെ നമ്മൾ ഈ ബോട്ടിലിരിക്കുന്ന യാത്രക്കാരനെ മറന്നു കഴിഞ്ഞാൽ, ആത്മാവിനെ മറന്നു കഴിഞ്ഞുകൊണ്ട് ബാക്കി ശരീരം മാത്രം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഭൗതിക ലോകത്തിൽ കടന്ന് കറങ്ങി പുനരഭിജനനം, പുനരഭിമരണം എന്ന് പറയും. അപ്പം നമ്മൾ ഭഗവത്ഗീത വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും പഠിക്കുമ്പോഴും നമുക്ക് ഒരു കാര്യം മനസ്സിലാവും: വി ആർ നോട്ട് ദിസ് ബോഡി. ഞാൻ ഈ ശരീരം മാത്രമല്ല, ഇതിലുള്ളൊരു ആത്മാവുണ്ട്. ആ ആത്മാവിന് ഈ ഭൗതിക ലോകത്തിൽ പോകണം. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യണം? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഗീത വായിക്കുമ്പോഴും പഠിക്കുമ്പോഴും കേൾക്കുമ്പോഴും നമ്മുടെ ജീവിത വീക്ഷണത്തിൽ മാറ്റം വരും. അപ്പോൾ ഓരോ വ്യക്തിയും സ്വയം ചോദിക്കേണ്ട ഒരു സുപ്രധാന ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു കാര്യം നമുക്ക് മനസ്സിലായി. ഭഗവാൻ പറയുന്നു, മരണം ജനിച്ച എല്ലാവർക്കും സുനിശ്ചിതമാണ്. ദി മാറ്റർ ഓഫ് ടൈം ഉള്ളി, ഏതെങ്കിലും സമയത്ത് മരിക്കും. ദെൻ വാട്ട്? അതിനുശേഷം എന്താണ്? അതിനുശേഷം ഞാൻ ഇവിടെ പോകും. അതിനുശേഷം എനിക്ക് വേറൊരു ശരീരം കിട്ടുമെങ്കിൽ ആ കിട്ടുന്ന ശരീരത്തെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഒരുത്തൻ ഒരു വലിയ വീട്ടിൽ ജനിക്കുന്നു, ഒരാളൊരു പാവപ്പെട്ട വീട്ടിൽ ജനിക്കുന്നു, ഒരാൾ ഉഗാണ്ടയിൽ ജനിക്കുന്നു, ഒരാൾ അഫ്ഗാനിസ്ഥാൻ ജനിക്കുന്നു, ഒരാൾ കാനഡയിൽ ജനിക്കുന്നു, അല്ലെങ്കിൽ ആസ്ട്രേലിയ ജനിക്കുന്നു, അല്ലെങ്കിൽ മുകേഷ് ഭായ് അംബാനിയുടെ വീട്ടിൽ ജനിക്കുന്നു, ഒരാൾ ഹാൻഡിക്കാപ്പ് കണ്ണുപൊട്ടടിക്കുന്നു, ഒരാൾ ഭിക്ഷ അയക്കുന്നു. ഇതൊക്കെ ആര് നിശ്ചയിച്ചു? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്തത്? ആരാണ് ഇതിന് ഉത്തരവാദി? നമ്മൾ ഓരോരുത്തരാണ് ഉത്തരവാദി. ഈ ശരീരം ഞാൻ ചോദിച്ചു വാങ്ങിച്ചതാണ്. ഞാൻ അനുഭവിക്കുന്ന വേദന ഞാൻ ചോദിച്ചു വാങ്ങിച്ചതാണ്. എൻ്റെ കർമ്മം, ഞാൻ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമാണ്. അങ്ങനെയാണെങ്കിൽ ഇനി എനിക്കൊരു നല്ല ജീവിതം വേണമെങ്കിൽ ഞാൻ എന്ത് കർമ്മം ചെയ്യണം? ഞാൻ ചെയ്യുന്ന ഓരോ കർമ്മത്തിനും ഒരു ഫലം എനിക്ക് വേണ്ടി നോക്കിയിരിപ്പുണ്ടെന്നുള്ള ഓർമ്മ എപ്പോഴും നമുക്ക് നമ്മുടെ ഉള്ളിൽ വേണം. എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും, എന്ത് നമ്മൾ വിചാരിക്കുമ്പോഴും, എന്ത് നമ്മൾ പറയുമ്പോഴും, എന്ത് നമ്മൾ ചെയ്യുമ്പോഴും ഒരു ബോധം നമ്മുടെ ഉള്ളിൽ വേണം. ഇതിനൊരു ഫലം എനിക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട്. ആ ഫലമെല്ലാം കൂടെ അതായത് കൊച്ചുകുട്ടികളുടെ ഈ വഞ്ചിയില്ലേ, നമ്മളുടെയൊക്കെ കുട്ടിക്കാലത്ത്, അല്ലെ എൻ്റെ പ്രായത്തിലുള്ള കുട്ടിക്കാലത്ത് എന്ന് പറഞ്ഞാൽ 10 പൈസ, 5 പൈസ, ഏറ്റവും വലിയത് 25 പൈസ ഇടുമായിരുന്നു. ഇപ്പോഴത്തെ കുട്ടികൾ 50, 100, 500 ഒക്കെ ഇടുമായിരിക്കും, എനിക്കറിയില്ല. അത് ബർത്ത്ഡേക്കോ ഓണത്തിനോ വിഷുവിനൊക്കെ പൊട്ടിക്കുമ്പോൾ നല്ലൊരു തുക കാണും അവരുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ. അതേപോലെ നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ പ്രവൃത്തിയുടെയും വലിയ പ്രവൃത്തിയുടെയും ഫലങ്ങൾ അക്യുമുലേറ്റായി നമ്മൾ മരിക്കുന്ന സമയമാകുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത ശരീരം റെഡിയായി കഴിഞ്ഞിരിക്കും. ആത്മാവിന് ടാറ്റ ബൈ ബൈ, ഈ ശരീരം പറഞ്ഞിട്ട് അതിലോട്ടങ്ങ് കയറുകയാണ്. അത് വലിയ വിഷയമാണ്, നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും സമയം കൊണ്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ 2ാമത്തെ അധ്യായത്തിൽ 30 ശ്ലോകം വരെ എത്തി നിൽക്കുകയാണ്. ഇതുവരെ ഭഗവാൻ അർജുനനോട് മനസ്സിലാക്കിക്കാൻ ശ്രമിക്കുന്നത് ഒരു വ്യക്തി എന്ന് പറഞ്ഞത് ശരീരമല്ല, ആത്മാവാണ്. ആത്മാവിന് നാശമില്ല, ആത്മാവിനെ ആർക്കും വധിക്കാൻ കഴിയില്ല. ശരീരം നശിക്കുന്നതോടുകൂടി, മരണത്തോടുകൂടി ശരീരമാണ് നശിക്കുന്നത്, ആത്മാവിന് മരണമില്ല. അപ്പോൾ ഇത് ഒരു 5 മിനിറ്റ് കൊണ്ട് ഒരു കഥ പറയാം നമുക്ക്. ഒരു നാടോടി കഥയാണ്. ഒരു ജപ്പാനീസ് കുട്ടി, ഒരു 10 വയസ്സുള്ള ബാലൻ. അവരുടെ അച്ഛൻ വലിയ നല്ലൊരു വീട്ടിലാണ്.
അപ്പോൾ എന്നും ഇങ്ങനെ ആ അച്ഛൻ പിന്നെ അവിടെ വയലുണ്ട്, ആ വയലിൻ്റെ അവിടെ നിന്നിട്ട് ഈ വയലോട്ട് നോക്കി പയ്യൻ ഇരിക്കും. പയ്യൻ ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിലുണ്ട്. അപ്പോൾ ഈ അച്ഛൻ ഒരു ദിവസം പയ്യനെ വിളിച്ചിട്ട് അച്ഛൻ മനസ്സിലായി ഇവൻ്റെ എന്താണ്, നീ എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നു ചോദിച്ചു. എന്നെ പറഞ്ഞു, ഒന്നുമില്ല, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, എൻ്റെ ജീവിതം എന്താണ്, ഞാൻ എവിടുന്ന് വന്നു, എങ്ങോട്ട് പോകണം, എന്താണെന്ന് മനസ്സിലാകുന്നത് പറഞ്ഞു. അപ്പം പറഞ്ഞു ശരി. പുള്ളി ഒരു കല്ലെടുത്ത്, ഒരു വലിയ ഒരു കല്ലെടുത്ത്, നല്ല കാണാൻ നല്ലൊരു കല്ലെടുത്ത് പറഞ്ഞു, ഈ കല്ല് നീ മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കണം. മാർക്കറ്റിൽ പച്ചക്കറികളും സാധനങ്ങളൊക്കെ വിൽക്കുന്നത് നീ ഇതും കൊണ്ട് അവിടെ വെക്കണം. ആരെങ്കിലും ഒന്ന് ചോദിക്കും, ഇതിന് വില ചോദിക്കുമ്പോൾ നീ ഇങ്ങനെ കാണിക്കണം, ഒന്നും പറയരുത്, പക്ഷെ നീ അത് വിൽക്കരുത്, എന്തായാലും ഒഴിവ് തിരിച്ചും കൊണ്ടുവരണം എന്ന് പറഞ്ഞു. ഓക്കെ. പയ്യൻ പോയി നല്ലൊരു ടവൽ വിരിച്ചു, അവിടെ ഒരു കസേര ഇട്ട് അവിടെ ഇരുന്നു, ടേബിളിൻ്റെ മേളിലൊരു ടവൽ വെച്ച് ഈ കല്ലവിടെ വെച്ചു. അപ്പോൾ ഒരു സ്ത്രീ കാറിൽ വന്നിറങ്ങിയിട്ട് കല്ല് വന്ന് ചോദിച്ചു, ഷോക്കേസിൽ വെക്കാൻ പറ്റുന്ന കല്ലാണ്, ഇത് വിൽക്കാനാണോ ചോദിച്ചാൽ അതെന്ന് പറഞ്ഞു. നിനക്ക് എത്ര ഇതിൻ്റെ വില വേണമെന്ന് ചോദിച്ചാൽ പയ്യൻ ഇങ്ങനെ കാണിച്ചു. $20. പയ്യൻ പറഞ്ഞു, ഒന്നും പറഞ്ഞിട്ടില്ല. പയ്യൻ പറഞ്ഞു, ഞാനിപ്പോൾ വരാം, എൻ്റെ അച്ഛനോട് ചോദിക്കണം പറഞ്ഞു. അതും എടുത്തുകൊണ്ട് ഓടി വീട്ടിൽ വന്ന് പറഞ്ഞു, അച്ഛാ ഈ പൊട്ടക്കല്ലിന് ഒരു സ്ത്രീ വന്നു $20 പറഞ്ഞു, ഞാൻ കൊടുക്കട്ടെ എന്ന് ചോദിച്ചു. അച്ഛൻ പറഞ്ഞു, വേണ്ട, നീ ഇത് വെക്ക്, നാളെ ഞാൻ പറയാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം അച്ഛൻ പറഞ്ഞു, ഇനി ഒരു കാര്യം ചെയ്യും, നമ്മളുടെ ടൗണിലൊരു മ്യൂസിയം ഉണ്ട്, ആ മ്യൂസിയത്തിൽ ചെന്ന് ആ മ്യൂസിയംകാരനോട് ചോദിക്കണം ഈ കല്ല് വേണോ. അപ്പം അയാൾ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില വെച്ചാൽ നീ ഇങ്ങനെ തന്നെ കാണിക്കണം പറഞ്ഞു. പക്ഷെ അയാൾക്കും കൊടുക്കരുത്, നീ ഇന്ന് പറഞ്ഞ പോലെ തിരിച്ചു വരണമെന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. പയ്യൻ ഓടി അവിടെ ചെന്നു, മ്യൂസിയത്തുകാരനോട് പറഞ്ഞു, ഈ കല്ല് എനിക്ക് വിൽക്കാനാണ്, വേണോ വെച്ച് പറഞ്ഞു. അയാൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കാര്യം പുരാതനമായ കാര്യങ്ങളൊക്കെ വെക്കുന്നതാണ് മ്യൂസിയം, അവിടെ ഈ കല്ല് വെച്ച ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. പക്ഷേ എനിക്ക് വില എന്താണ്? പയ്യൻ പറഞ്ഞു, ഇങ്ങനെ കാണിച്ചു. $200. അയ്യോ, ഞെട്ടിപ്പോയി. എടാ ഈ പൊട്ടക്കല്ലിന് 200. കൈ വെച്ചാൽ അച്ഛനോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് ഓടി വീട്ടിൽ വന്നു. അച്ഛാ $200. അച്ഛൻ പറഞ്ഞു, നിൽക്ക്. നെക്സ്റ്റ് ഡേ മൂന്നാമത്തെ ദിവസം പറഞ്ഞു, ഇവിടുന്ന് നമ്മുടെ ടൗണിൻ്റെ എൻഡിൽ ഒരു ജ്വല്ലറി ഷോപ്പുണ്ട്, നീ അവിടെ കൊണ്ട് അയാളെ കാണിക്കാൻ പറഞ്ഞു. പിറ്റേ ദിവസം ഈ പയ്യൻ ഈ കല്ല് കൊണ്ട് ആ ജ്വല്ലറി ഷോപ്പിൽ പോയി. ജ്വല്ലറി ഷോപ്പിൻ്റെ ഓണർ ആ കല്ല് കണ്ടതും കണ്ണു തള്ളിപ്പോയി. അതൊരു പ്രത്യേക ഡയമണ്ട് ആയിരുന്നു, അതിൻ്റെ മേളിൽ അത് കാർബൺ പിടിച്ചിരിക്കുകയായിരുന്നു. പയ്യൻ ചോദിച്ചിട്ട് നിനക്ക് എവിടെ നിന്ന് കിട്ടിയാൽ എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ്റെ ആണ്, നിനക്ക് വിൽക്കാനാണോ അതെന്ന് പറഞ്ഞു. നിനക്ക് എത്ര വേണം? അപ്പം ഇങ്ങനെ കാണിച്ചു. $2,000, $200,000, വാട്ടെവർ, $2 million ഐ വിൽ ഗിവ് യു, എത്ര വേണമെങ്കിൽ നിനക്ക് തരാമെന്ന് പറഞ്ഞു. പയ്യൻ പറഞ്ഞു, ഞാൻ ഇപ്പോൾ ഒരു അച്ഛനോട് ചോദിച്ചു, ഓടി ഒരു അച്ഛാ എനിക്കിത് കൊടുത്തേ പറ്റൂ, $2 million. അച്ഛൻ മോനോട് ചോദിച്ചു, ഇതിൽ നിന്ന് നീ എന്താണ് പഠിച്ചത്? എനിക്കൊന്നും മനസ്സിലായില്ലെന്ന് പറഞ്ഞു. അപ്പം ആ കൃഷിക്കാരൻ മോനോട് പറഞ്ഞു, ഈ കല്ല് ഇതിൻ്റെ വാല്യൂ ഓരോരുത്തർക്കും വിവിധ തരത്തിലാണ്. ആ സ്ത്രീക്ക് ഇതൊരു ഷോക്കേസിൽ വെക്കാനുള്ളൊരു കല്ലായിട്ടായിരുന്നു, മ്യൂസിയംകാരന് അവിടെ മ്യൂസിയത്തിൽ വെക്കാൻ. പക്ഷെ ഇതിൻ്റെ യഥാർത്ഥ വാല്യൂ തിരിച്ചറിഞ്ഞത് ആ ഡയമണ്ട് മെർച്ചൻ്റാണ്. അതേപോലെ നമുക്ക് ഓരോരുത്തർക്കും നമ്മളുടെ വ്യക്തിത്വം, നമ്മളുടെ വാല്യൂ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. നമ്മൾ എന്തിനീ ഭൂമുഖത്ത് വന്നു, നമുക്ക് ഈ ശരീരം കൊണ്ടെന്നാണ്. നമ്മൾ പട്ടിയും പൂച്ചയും കോഴിയും കാക്കയും പന്നിയൊക്കെ കാണുമ്പോൾ നമുക്കൊരു നികൃഷ്ട ജീവിയായിട്ട് തോന്നും. ആ ശരീരത്തിലുള്ള ആത്മാവും നമ്മുടെ ആത്മാ ശരീരത്തിന് മാത്രം വ്യത്യാസമുള്ളൂ, അതതിൻ്റെ കർമ്മഫലമാണ്. നമ്മളും അങ്ങനെ പല ശരീരത്തിൽ കറങ്ങിയതാണ്. നമ്മുടെ യഥാർത്ഥ വാല്യൂ തിരിച്ചറിയാവുന്നവരാണ് ഉള്ളി കൃഷ്ണൻ. ആ കൃഷ്ണനാണ് പറയുന്നത്, നീ ശരീരമല്ല ആത്മാവാണ്. ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളെല്ലാം പറയുന്നത് കൃഷ്ണനാണ്. നമ്മൾ എന്ത് ചെയ്യണം, എങ്ങനെ ഈ ഭൂമിയിൽ ജീവിക്കണം, എന്തിനാണ് നമുക്ക് ഈ ശരീരം കിട്ടിയിരിക്കുന്നത്. ശ്രീമദ് ഭാഗവത് 1-ാമത്തെ സ്കന്ധത്തിൽ 2-ാമത്തെ അധ്യായത്തിലെ 6-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട്, സവൈ പുംസാം പരോ ധർമ്മോ യഥോ ഭക്തർ അധോക്ഷജൈ അഹൈതുകി അപ്രതിഹത ആത്മസു പ്രസീദതി. സവൈ പുംസാം പരോ ധർമ്മോ, സവൈ ആയതിനാൽ, പുംസാം മനുഷ്യരുടെ, പരോധർമ്മ ഏറ്റവും വലിയ ധർമ്മം എന്താണ്? ഭക്തർ അധോക്ഷജ. അധോക്ഷജ ഭഗവാന്റെ ഭക്തിയാണ് ഏറ്റവും വലിയ ധർമ്മം. നമ്മൾ വിഡ്ഢികൾ അതൊഴിച്ച് ബാക്കിയെല്ലാം ചെയ്യും. ആലോചിച്ച് നോക്കിയേ. അപ്പോൾ നമ്മളുടെ യഥാർത്ഥ സ്ഥിതി എന്താ നമുക്കറിയത്തില്ല. അതാ ഞാൻ പറഞ്ഞത്, ഈ കഥ പറഞ്ഞ അതിന് വേണ്ടിയാണ്. നമ്മുടെ യഥാർത്ഥ സ്ഥിതി നമുക്കറിയില്ല. ഈ ശരീരം എന്തിനാ കിട്ടി, ഈ ശരീരം എന്തിനാ ഉപയോഗിക്കണം നമുക്കറിയില്ല. ഭാഗവതം പറയുന്നു ഏറ്റവും വലിയ ധർമ്മം കൃഷ്ണഭക്തിയാണ്. ആ ഏറ്റവും വലിയ ധർമ്മം ഒഴിച്ച് ബാക്കിയുള്ള ധർമ്മങ്ങളെല്ലാം നമ്മൾ ചെയ്യും. അച്ഛൻ്റെ ധർമ്മം, അമ്മയുടെ ധർമ്മം, ഭാര്യയുടെ ധർമ്മം, ഭർത്താവിൻ്റെ ധർമ്മം, പുത്രൻ്റെ ധർമ്മം, ജോലി ചെയ്യുന്നുണ്ട് ആ ധർമ്മം, വീട്ടിലെ എല്ലാ ധർമ്മവും ചെയ്യും. യഥാർത്ഥ ധർമ്മം പരോധർമ്മം നമ്മൾ മറന്നു പോകുന്നു. അത് ഓർമ്മപ്പെടുത്താനാണ് കൃഷ്ണ ഈ ഭൗതിക ലോകത്തിൽ വരുന്നതും ഗീത പോലുള്ള ആത്മീയത നമുക്ക് തരുന്നതും.
അതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത ആഴ്ച ചർച്ച ചെയ്യാം. അതുവരെ എല്ലാവർക്കും ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ.